റോഡിൽ അനധികൃതമായി ഒരു ബോർഡും വേണ്ടെന്ന് ഹൈക്കോടതി. ഇക്കാര്യം സർക്കാർ എല്ലാ ദിവസവും ഉറപ്പാക്കണം. ബോർഡുകൾ വഴിയുള്ള മാലിന്യം എങ്ങനെ കൈകാര്യം ചെയ്യാനാകുമെന്നും ഹൈക്കോടതി ചോദിക്കുന്നു. അനധികൃത ഫ്ലെക്സുകൾക്ക് നിർബന്ധമായും പിഴ ചുമത്തണം. അതല്ല എങ്കിൽ തദ്ദേശ സെക്രട്ടറിമാരിൽ നിന്ന് പിഴ ഈടാക്കണമെന്നും കോടതി പറയുന്നുണ്ട്. എസ് രാഗിനാണ് നമുക്കിപ്പം കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. രാഗിൻ, ഓരോ ദിവസവും നിലപാട് കടുപ്പിക്കുകയാണ്. ഈ കോടതി ഇങ്ങനെ കടുപ്പിക്കുമ്പോൾ നമ്മുടെ നഗരങ്ങൾ ക്ലീൻ ആകുമോ? എന്തായാലും അതിശക്തമായിട്ടുള്ള നിലപാടാണ് കോടതി ഇതിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഒരു ഡെയിലി അല്ലെങ്കിൽ മോണിറ്ററിംഗ് എന്ന നിലയിൽ തന്നെ കോടതി ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. അതോടൊപ്പം കോടതി നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഹൈക്കോടതി, അതായത് ഇന്ന് ബുധനാഴ്ചയ്ക്കുള്ളിൽ എല്ലാ അനധികൃത ബോർഡുകളും അതോടൊപ്പം തന്നെ ഫ്ലെക്സുകൾ കൂടാതെ ബാനറുകൾ, കൊടികൾ എല്ലാം തന്നെ നീക്കം ചെയ്യണമെന്നതായിരുന്നു ഹൈക്കോടതിയുടെ അന്ത്യശാസനം. തുടർന്നാണ് കേസ് കോടതിയുടെ പരിഗണനയ്ക്ക് വന്നത്. ഈ ഘട്ടത്തിലാണ് കോടതി പറഞ്ഞിരിക്കുന്നത്, അതായത് ഇനി നിരത്തിൽ ഒരു തരത്തിലുള്ള അനധികൃത ബോർഡുകളും വേണ്ട എന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു. അതോടൊപ്പം തന്നെ അങ്ങനെ ഉണ്ട് എങ്കിൽ അതിൽ നടപടി സ്വീകരിക്കണം. മാത്രമല്ല, സർക്കാർ ഇത് ഡെയിലി ബേസിസിൽ മോണിറ്ററിംഗ് ചെയ്യണം. കാരണം ഒരു പരിധി വിട്ട് ഇത് പരിശോധിക്കാനില്ലെങ്കിൽ കൂടുതൽ വരും. നേരെ മറിച്ച് ഇന്നിപ്പോൾ ഒരു സ്ഥലത്ത് ഒരു ഫ്ലെക്സും അല്ലെങ്കിൽ അത്തരത്തിലുള്ള അനധികൃത സംവിധാനമില്ല, പക്ഷേ അടുത്ത ദിവസം ഉണ്ടോ എന്ന് ഓരോ ദിവസവും സെക്രട്ടറിമാർ നോക്കണം എന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ പിഴ ചുമത്തണം. ഇനി അത് ചെയ്തില്ല എങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം സെക്രട്ടറിക്ക് വരും. സെക്രട്ടറിമാരിൽ നിന്ന് തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാരിൽ നിന്ന് പിഴ ചുമത്തേണ്ടി വരും. ഇത് കോടതി നേരത്തെ പറഞ്ഞാണ്, പക്ഷേ കുറെ കൂടി ശക്തമായി പറയുന്നു. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ബോർഡുകൾ വെച്ചാൽ FIR രജിസ്റ്റർ ചെയ്യണം, അല്ലെങ്കിൽ SHOമാർ, അതാത് സ്റ്റേഷൻ പരിധിയിലെ SHOമാരും ഉത്തരവാദികളായിരിക്കുമെന്ന് വ്യക്തമാക്കുന്നുണ്ട്. എല്ലാ തരത്തിലും കേരളം മികച്ചതാണ് എന്ന സന്ദേശം കൈമാറണം എന്നതാണ് കോടതി ഇതിലൂടെയൊക്കെ മുന്നോട്ട് വയ്ക്കുന്ന ആശയം എന്നുകൂടി ഹൈക്കോടതി ചൂണ്ടിക്കാണിക്കുന്നു. അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്തടക്കം കൂടുതൽ ഫ്ലെക്സുകൾ ഇപ്പോൾ ഈ കോടതി ശക്തമായി പിടിച്ചതുകൊണ്ട് നീക്കം ചെയ്തിട്ടുണ്ട് എന്ന് വ്യക്തമാവുകയാണ്. സർക്കാർ തന്നെ കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട്. നഗരമായി മാറുകയാണ്. തിരുവനന്തപുരത്ത് മാത്രം ഒതുങ്ങാതെ മറ്റ് ജില്ലകളിലേക്കും മറ്റെല്ലാ പ്രദേശങ്ങളിലേക്കും ഈ കോടതിയുടെ ഉത്തരവിന് ശേഷമെങ്കിലും ഈ അനധികൃതമായി സ്ഥാപിച്ചിരിക്കുന്ന എല്ലാ ബോർഡുകളും ഫ്ലെക്സുകളും ഒക്കെ മാറ്റി നമ്മുടെ നാട് കാണാൻ ആളുകൾ വരുന്ന മറ്റ് പല രാജ്യങ്ങളിൽ നിന്ന്, കേരളം ഗോഡ്സ് ഓൺ കൺട്രിയാണ്, പല ഭാഗങ്ങളിൽ നിന്ന് വരാറുണ്ട് നമ്മുടെ നാട് കാണാൻ. അപ്പോൾ അങ്ങനെ വരുന്ന ആളുകൾക്ക് നമ്മൾ നമ്മുടെ സൗന്ദര്യം കാണിച്ചു കൊടുക്കാം, അല്ലേ?